നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഒരു പുതിയ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിലേക്ക് പോവാം. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയത് ശരിവെച്ച സുപ്രീം കോടതി ഉത്തരവിറക്കിയതെന്നാണ് 2023 ഡിസംബർ 11. കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് ജമ്മു കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയത് എന്നാണ് 2023 ഡിസംബർ 11. ആർട്ടിക്കിൾ 370 എന്താണ്? ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് നമ്മുടെ ജമ്മു കാശ്മീർ ഇപ്പം ഇന്ത്യയിലെ ഒരു സാധാരണ സംസ്ഥാനം, അതായത് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉള്ള അതേ നിയമങ്ങൾ തന്നെ എവിടെയും ബാധകമാണ്. നമ്മുടെ ജമ്മു കാശ്മീരിലും ബാധകമാണ്. ഓക്കെ, പണ്ട് എന്താണ് അപ്പം അങ്ങനെ ആയിരുന്നില്ലേ? ഇല്ല അല്ലേ. അവിടെ ആർട്ടിക്കിൾ 370 നിലനിന്നിരുന്നു. ചില സ്പെഷ്യൽ പ്രിവിലേജ്, ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പാകിസ്ഥാനിലും ഇല്ലാതെ ഇന്ത്യയിലും ഇല്ലാതെ സ്വന്തമായ ഒരു ഭരണഘടന പോലെ അല്ലെങ്കിൽ സ്വന്തമായ ഒരു ഭരണം പോലെ നിലനിന്നിരുന്ന, അതായത് സ്പെഷ്യൽ പ്രിവിലേജസുകൾ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ഏതടെ? ജമ്മു കാശ്മീർ. നമുക്കറിയാം അവിടെ ഒരുപാട് ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവുന്നു അല്ലേ, അതിർത്തി തർക്കങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് ജമ്മു കാശ്മീർ. അപ്പോൾ 370 ഒഴിവാക്കിയപ്പോൾ അന്നത്തെ ഒരുപാട് പ്രൊട്ടസ്റ്റിനൊക്കെ എതിരായിട്ട് 370 ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയുടെ സാധാരണ ഒരു സംസ്ഥാനം എന്നുള്ളൊരു പദവിയിലേക്ക് നമ്മുടെ ജമ്മു കാശ്മീരിനെ കൊണ്ടുവന്നു. അതായത് ഇന്ത്യയുടെ ഭരണഘടനയിലെ എല്ലാ നിയമങ്ങളും ബാക്കിയുള്ള സ്റ്റേറ്റ്സിന് എത്ര ബാധകമാവോ അതുപോലെ നമ്മുടെ ജമ്മു കാശ്മീരിനും ബാധകമാണ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 370 പറയുന്നത്. ഈ ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയത് ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയതെന്നാണ് 2023 ഡിസംബർ 11. നമ്മുടെ പരമോന്നത കോടതി പറഞ്ഞിരിക്കുകയാണ് 370 ഒഴിവാക്കിയത് ശരിയാണ്. ഇനി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ഓക്കെ, ആരാണ്? DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5 അംഗ ബെഞ്ചാണ് ഈ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ ജഡ്ജിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക, ഡേറ്റും ഓർത്തിരിക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയത് ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയ ഡേറ്റ് 2023 ഡിസംബർ 11. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5 അംഗ ബെഞ്ച്. എത്ര അംഗങ്ങളായിരുന്നു? 5 അംഗ ബെഞ്ചിൻ്റേതാണ് ഈ ഒരു ഉത്തരവ്. ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതെന്നാണ്? ഈ ഒരു ഡേറ്റും നമുക്ക് വേണം. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വന്ന അതേ വർഷമാണ് വിവാദപരമായ പല നിയമങ്ങളും നിയമങ്ങൾ എടുത്തു കളയും, നിയമങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്തൊരു വർഷമാണ് 2019 അല്ലേ. അപ്പം 2019 ഓഗസ്റ്റ് 5. എന്നാൽ ഇത് സുപ്രീം കോടതി ശരിവെച്ച ഡേറ്റ് എന്നാടേ? അത് 2023 ഡിസംബർ 11. ഓക്കെ, അപ്പോൾ 2019 ഓഗസ്റ്റ് 5 ആദ്യമായി കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 370 നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത് മാറ്റിയത്. ഓക്കെ, ആ ഒരു മാറ്റിയ ഡേറ്റ് ഓഗസ്റ്റ് 15 PSC ചോദിച്ചിട്ടുണ്ട് അല്ലേ. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി രാജ്യത്തിൻ്റെ ഭരണഘടന പൂർണ്ണമായും ജമ്മു കാശ്മീരിന് ബാധകമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയും പ്രസ്താവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ബാക്കിയുള്ള സംസ്ഥാനം ഇന്ത്യയുടെ പാർട്ടാണ് ജമ്മു കാശ്മീരെങ്കിൽ ഉറപ്പായാലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ അതേ ഭരണഘടന തന്നെ ആർക്ക് വേണവിടെ? ജമ്മു കാശ്മീരിനും വേണം എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. അപ്പോൾ സുപ്രീം കോടതി ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയത് ശരിവെച്ച ഡേറ്റ് 2023 ഡിസംബർ 11. എന്നാൽ പാർലമെൻറ്റ് പാസ്സാക്കിയതോ 2019 ഓഗസ്റ്റ് 5. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെയിംസ് ആൻഡേഴ്സൺ. പേരോർത്ത് വെക്കുക. ജെയിംസ് ആൻഡേഴ്സന് 700 വിക്കറ്റ്. ഈ 700 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന 3ാമത്തെ താരമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 2 ഇന്ത്യക്കാരെ പറ്റി പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? 2 ഇന്ത്യക്കാരെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. ആരൊക്കെയാണ്? അനിൽ കുംബ്ലെയും അതുപോലെ തന്നെ രവിചന്ദ്ര അശ്വിനും. അവരുടെ പ്രത്യേകത എന്തായിരുന്നു? 500 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യക്കാരായിരുന്നു അല്ലേ. ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നേട്ടം സ്വന്തമാക്കുന്ന അല്ലെങ്കിൽ വിക്കറ്റ് സ്വന്തമാക്കുന്ന ആളാരാണ്? അനിൽ കുംബ്ലെയാണ്. ഇനി രണ്ടാമത് ഇപ്പോൾ 500 വിക്കറ്റ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് രവിചന്ദ്ര അശ്വിൻ. രണ്ടാമതായി 500 വിക്കറ്റ് നേടുന്ന ഇന്ത്യനാണ് നമ്മുടെ രവിചന്ദ്ര അശ്വിൻ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരാണോ ലോകത്ത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയെന്ന് പറഞ്ഞാൽ അല്ല അല്ലേ. ജെയിംസ് ആൻഡേഴ്സിന് 700 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന 3ാമത്തെ താരമാണ്. ഓക്കെ,
അപ്പോൾ കരിയറിലെ 187-ാം ടെസ്റ്റിലാണ്. ഓക്കെ, നമുക്കറിയാം ഇംഗ്ലീഷ് താരമാണ് ഇദ്ദേഹം, ജെയിംസ് ആൻഡേഴ്സൺ അല്ലേ. അദ്ദേഹം ഒരു പേസ് ബോളറാണ്. ഓക്കെ, അദ്ദേഹം ഒരു പേസ് ബോളറുമാണ്. അദ്ദേഹത്തിൻ്റെ 187-ാമത്തെ ടെസ്റ്റിലാണ് ഈ ഒരു നേട്ടം അദ്ദേഹം സ്വന്തമാക്കിയത്. ഓക്കെ, അപ്പോൾ എത്രാമത്തെ താരമാണെന്ന് നോക്കുക? 3ാമത്തെ താരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന 3ാമത്തെ താരമാണ് ഇദ്ദേഹം. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ളത് ആരാണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ളത് ആരാണ്? നമുക്കറിയാം, നമ്മുടെ ശ്രീലങ്കൻ താരമായിരുന്ന 800 വിക്കറ്റ് നേടിയ മുത്തയ്യ മുരളീധരൻ അല്ലേ. 800 വിക്കറ്റ് നേടിയ മുത്തയ്യ മുരളീധരനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് സ്വന്തമാക്കിയ താരം. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേടെ, പഠിക്കണം കേട്ടോ. അപ്പോൾ 800 വിക്കറ്റ് നേടിയ മുത്തയ്യ മുരളീധരനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത്. രണ്ടാമതാരാണ്? 708 വിക്കറ്റുമായിട്ട് ഷെയ്ൻ വോൺ. ഇപ്പം മൂന്നാമതാരാണ്? ഇംഗ്ലീഷ് താരമായ ജെയിംസ് ആൻഡേഴ്സൺ. അതിൻ്റെ കൂടെ നമ്മുടെ ഇന്ത്യൻ താരങ്ങളെയും മറക്കരുത്. ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റ് വിക്കറ്റ് നേട്ടം നേടിയത് ആരാണ്? അനിൽ കുംബ്ലെയാണ്. രണ്ടാമതായിട്ട് ഇപ്പം 500 വിക്കറ്റ് നേട്ടം നേടിയ ആളാരാണ്? രവിചന്ദ്ര അശ്വിൻ. ഓക്കെ, ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിക്കറ്റ് സ്വന്തമാക്കിയ ആളാരാണ്? മുത്തയ്യ മുരളീധരനാണ്. അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നില്ല അല്ലേ. ഓക്കെ, രണ്ടാമത് ഷെയ്ൻ വോൺ 708. ഈ ഒരു നേട്ടം ചിലപ്പോൾ നമ്മുടെ ജെയിംസ് ആൻഡേഴ്സിന് മറികടക്കാനായേക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മുത്തയ്യ മുരളീധരനും ഷെയ്ൻ വോണും ഫാസ്റ്റ് ബോളറല്ല. ജെയിംസ് ആൻഡേഴ്സിന് ആദ്യത്തെ ഫാസ്റ്റ് ബോളറാണ്. 700 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഫാസ്റ്റ് ബൗളർ എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരാടെ ആൻസർ? അത് ജെയിംസ് ആൻഡേഴ്സൺ ആണ്. ഇന്ത്യക്കെതിരെ അടുത്ത പോയിന്റ്, ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് റെക്കോർഡും ആർക്കാടെ? ആൻഡേഴ്സ്. ഇന്ത്യക്കാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പോയിട്ട് വിക്കറ്റ് എടുക്കും അല്ലേ. അപ്പോൾ ആരാണത്? ജെയിംസ് ആൻഡേഴ്സൺ. അപ്പോൾ ജെയിംസ് ആൻഡേഴ്സൺ എന്താണ്? ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന 3ാമത്തെ താരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന 3ാമത്തെ താരം, 700 വിക്കറ്റ് നേടുന്ന താരം. ഇതെല്ലാം നമ്മുടെ ജെയിംസ് ആൻഡേഴ്സൺ ആണ്. അദ്ദേഹത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്താണ്? മുത്തയ്യ മുരളീധരനും ഷെയ്ൻ വോണിനും പിന്നിലായിട്ടാണ് അദ്ദേഹം എത്തിയത്. ഈ നേട്ടം സ്വന്തമാക്കുന്ന 700 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഫാസ്റ്റ് ബൗളർ എന്ന പദവി ആർക്കാണ്? നമ്മുടെ ജെയിംസ് ആൻഡേഴ്സനാണ്. ഇംഗ്ലീഷ് താരമാണ്. ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരം ആരാടെ? അത് ജെയിംസ് ആൻഡേഴ്സൺ ആണ്. ഓക്കെ, പാർലമെൻറ്റിൽ ചോദ്യം ചോദിക്കാൻ പാരിതോഷങ്ങളും പണവും കൈപ്പറ്റി. അതായത് നമുക്കറിയാം, നമ്മൾ ഓരോ MP-മാരെയും സെലക്ട് ചെയ്ത് വിടുന്നത് പാർലമെൻറ്റിൽ പോയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനല്ലേടെ, നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കാനും കാര്യങ്ങളും. പക്ഷേ അവർ തന്നെ പോയിട്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രം പണവും പാരിതോഷങ്ങളും എല്ലാം കൈപ്പറ്റിയാൽ അതെങ്ങനെ ശരിയാവും? ഇല്ലേ? അത് നിയമഘടനാ ലംഘനം അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ആ ഒരു അച്ചടക്കത്തിനെതിരാണ്. ഓക്കെ, അപ്പോൾ മഹുവ മൊയ്ത്ര, ഈ പേര് വളരെ ശ്രദ്ധിച്ചോളൂ. കാരണം പാർലമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ കോഴയിലൊക്കെ പുറത്താക്കപ്പെട്ട അത് വളരെ വലിയൊരു ന്യൂസ് തന്നെയാണ്. PSC മിക്കവാറും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ പാർലമെൻറ്റിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് പാരിതോഷങ്ങളും പണവും കൈപ്പറ്റി എന്ന പേരിൽ ഇനി തൃണമൂൽ കോൺഗ്രസ് അംഗമാണ് കേട്ടോ. തൃണമൂൽ കോൺഗ്രസ് അംഗമായ മഹുവ മൊയ്ത്ര. ഓക്കെ, മഹുവ മൊയ്ത്രയാണ് ഈ ഒരു ചോദ്യത്തിൽ, അതായത് കോഴ വാങ്ങിയതിൻ്റെ പേരിൽ ലോക്സഭ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിയത്. ഇനി ഇതിൻ്റെ ഇങ്ങനെ ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ കുറ്റം ചെയ്തിട്ടില്ലേ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരാൾ ആരോപിച്ചതിൻ്റെ പേരിൽ പുറത്താക്കിയൊന്നുമില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു എത്തിക്സ് കമ്മിറ്റി ഉണ്ട് അല്ലേ പാർലമെൻറ്റിൽ. അങ്ങനെ ആ ഒരു എത്തിക്സ് കമ്മിറ്റിയാണ് പുറത്താക്കിയത്. ഓക്കെ, എത്തിക്സ് റിപ്പോർട്ട് പ്രകാരം എത്തിക്സ് കമ്മിറ്റി എന്ത് ചെയ്തതേ? ഈ ഒരു അടിസ്ഥാനത്തിൽ മഹുവയെ പുറത്താക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇങ്ങനെ ഈ മഹുവയെ പുറത്താക്കണമെന്ന് ഡിസംബർ 8 പാർലമെൻ്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് അവതരിപ്പിച്ചത്. അപ്പോൾ ഇവരിങ്ങനെ പണവും പാരിതോഷികവും ഒക്കെ വാങ്ങിച്ചെന്ന് തെളിവോടെ പറഞ്ഞതാരാടെ? നമ്മുടെ പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയായ പ്രഹ്ലാദ് ജോഷിയാണ്. ഓക്കെ, അപ്പോൾ പേരൊഴിക്കുക തൃണമൂൽ കോൺഗ്രസ് അംഗമായ മഹുവ മൊയ്ത്ര. ഓക്കെ, ചോദ്യം എന്തിനു വേണ്ടിയിട്ടാണ്? പാർലമെൻറ്റിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് പണവും പാരിതോഷികവും കൈപ്പറ്റി എന്നതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ആളാണ് ആരുടെ? മഹുവ മൊയ്ത്ര. മഹുവ മൊയ്ത്ര ഏത് പാർട്ടി അംഗമാണ്? തൃണമൂൽ കോൺഗ്രസ്.
ഈ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം അവർ കുറ്റക്കാരിയാണെന്ന് കണ്ടുപിടിക്കപ്പെടുകയാണ് ചെയ്തത്. ഈ ഒരു പ്രമേയം ഡിസംബർ 8 അവതരിപ്പിച്ച ആരാണ്? പ്രഹ്ലാദ് ജോഷി, നമ്മുടെ പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ്. പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ് ആര്? പ്രഹ്ലാദ് ജോഷി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ